മിശിഹായിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ ജോൺസൺ അച്ഛ, ജോസ് അച്ഛ, മറ്റ് കൗൺസിൽ ടീം അംഗങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷിത അംഗങ്ങളെ, വിനീതച്ഛൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, ശമാശന്മാരെ, വിനീതച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ മെയ് 30 വൈകുന്നേരം ഞങ്ങളുടെ ഓൺലൈൻ കൗൺസിൽ ചർച്ചയ്ക്കിടയ്ക്ക് ജോൺസൺ അച്ഛനാണെന്ന് ഞാൻ ഓർക്കുന്നു. കോവിലി പറയുന്നത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയുവാൻ സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ ഡിക്ലൈൻ ചെയ്തപ്പോൾ പറഞ്ഞു പിന്നീട് ഒരു അവസരത്തിലാകാമെന്ന്. അപ്പം ഞാൻ അടുത്ത അവസരമായ ഈ 41-ൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം തന്നെ അത് ഏറ്റെടുത്തേക്കാമെന്ന് കരുതി നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് നിൽക്കുകയാണ്. റൂപ്പട്ടച്ചൻ ദ്വീപിലയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏറെ സുപരിചിതനായ ഒരു മഹത് വ്യക്തിയുടെ ഓർമ്മയാണ് നാം ഇന്ന് ഈ അൾത്താരയിൽ അനുസ്മരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ വിനീതച്ഛൻ എന്ന ആ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, നന്ദി അർപ്പിച്ചുകൊണ്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുക. വിനീതച്ഛൻ്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഏറ്റവും മഹനീയമാകുന്നത് അദ്ദേഹത്തിൻ്റെ ശിശുത്വത്തിൻ്റെ മാഹാത്മ്യത്തിലാണ്. ആ ശിശുത്വത്തിൻ്റെ മാഹാത്മ്യത്തിന് ഏറ്റവും ഉതകുന്ന ഒരു വായനയാണ് മർക്കോസ് മിശിഹായുടെ 3-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വചനങ്ങളിൽ നാം കാണുക. അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെയാണ് അടുക്കിലേക്ക് വിളിക്കുക. സൃഷ്ടി എല്ലാം നല്ലതാണ്, അവനിഷ്ടമുള്ളതാണ് സൃഷ്ടി മുഴുവൻ. എങ്കിലും സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ കർത്താവിന് കൂടുതൽ പ്രിയപ്പെട്ടവനാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാര സാഹചര്യത്തിൽ നാം കാണുക, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരവൻ അടുത്തേക്ക് വിരിക്കുന്നത് അവൻ കണ്ടവരിലും കേട്ടവരിൽ നിന്ന്, അല്ലെങ്കിൽ അവനെ കേട്ടവരിൽ നിന്ന് അവൻ അടുത്തറിഞ്ഞവരും അവനെ അടുത്തറിഞ്ഞവരും, കൂടാതെ അവൻ്റെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നവരും. കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ കരുണ, ക്ഷമ, സ്നേഹം തുടങ്ങിയ കർത്താവിൻ്റെ ഏറ്റവും ഉദാത്തമായ സുവിശേഷ മൂല്യങ്ങൾ സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നവർ, അവനാണ് ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. വിനീതച്ഛനെ ഈശോ വിളിച്ചു. വിനീതച്ഛൻ ആ വിളി ശ്രമിച്ചു. ആ വിളി ശ്രമിച്ചതിലൂടെ അവൻ്റെ അടുത്തേക്ക് അവൻ വന്നു. ഈ വരവിന് ശേഷം സംഭവിക്കുന്നതാണ് 14-15 വാക്യങ്ങളിൽ ഒരു ശിഷ്യൻ ആരായിരിക്കണം എന്ന് സ്പഷ്ടമാക്കിക്കൊണ്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ശിഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കുവാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ അധികാരം നൽകുന്നതിനും വേണ്ടിയിട്ടാണ്. ശിഷ്യത്തിൻ്റെ പാതയിലെ 3 നാഴികക്കല്ലുകളായി ഞാൻ ഇതിനെ കാണുകയാണ്. ഡീട്രിക് ബോണോഫർ പറയുന്നത് പോലെയുള്ള കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ്, മൂല്യമേറിയ അല്ലെങ്കിൽ വിലയേറിയ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാവുന്ന ശിഷ്യത്വത്തിൻ്റെ പാതയിലെ 3 നാഴികക്കല്ലുകളാണ് തന്നോട് കൂടി ആയിരിക്കുക, പ്രസംഗിക്കുവാൻ അയക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക എന്നിവ. ഞാൻ ഈ 3 നാഴികക്കല്ലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് വിനീതച്ഛനെ കുറിച്ച് ഇന്ന് നിങ്ങളോടുകൂടെ അനുസ്മരിക്കുവാൻ ആഗ്രഹിക്കുക. കഴിയുന്നത്ര ചുരുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അല്പം നീണ്ടുപോയാൽ നിങ്ങൾ എന്നോട് ക്ഷണിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ. ആദ്യത്തെ നാഴികക്കല്ല് തന്നോടുകൂടെ ആയിരിക്കുന്നതിന് ഞാൻ ദ്വീപിലയുടെ ആരംഭത്തിൽ സൂചിപ്പിച്ച ഒരു വാക്യത്തിൽ പറഞ്ഞപ്പോൾ ഈശോയിൽ ആഴത്തിൽ നങ്കൂരമിട്ട ഒരു ജീവിതമായിരുന്നു വിനീതച്ഛൻ്റേത്. He was anchored in Jesus Christ. അദ്ദേഹത്തിന് വളരെ നാച്ചുറൽ ആൻഡ് സ്പോണ്ടേനിയസ് ആയിട്ടൊരു ഡിസ്പൊസിഷൻ ആയിരുന്നു കർത്താവിനോട് കൂടെ ആയിരിക്കാനായിട്ട്. നാം സംസ്കാര ദിവസം ആവർത്തിച്ച് കേട്ടതുപോലെ കണ്ണിമ വെട്ടാതെ ദിവികാരുടെ സന്നിധിയിൽ മണിക്കൂറുകളായിരിക്കാനായിട്ട്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് സമയം ചിലവഴിക്കാനായിട്ട്, എത്രയേറെ തിരക്കുകളുള്ള ദിവസങ്ങളായിരുന്നാലും രാത്രിയുടെ യാമങ്ങളിൽ ഈശോയോടൊത്ത് ചിലവഴിക്കുവാൻ സമയം മാറ്റിവെച്ചിരുന്ന വിനീതച്ഛൻ. മാത്രമല്ല, ഓർമ്മ ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ട നാളുകളിൽ പോലും
ഏറ്റവും സ്വാഭാവികമായി ദേവാലയത്തിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗമനം. ഇതെല്ലാം സൂചിപ്പിക്കുക ഈശോയുമായി ഇഴമുറിയാത്ത ഒരു വ്യക്തിബന്ധം വിനീതച്ചന് അദ്ദേഹത്തിൻ്റെ 86 വർഷം നീണ്ട ജീവിതകാലത്തിൽ നേടിയെടുക്കുവാൻ കഴിഞ്ഞു. ഒരു ചെറു പുഞ്ചിരിയോടെ സക്രാരിയിലേക്ക് ഉറ്റുനോക്കി ഇരിക്കുന്ന വിനീതത്തിൻ്റെ മുഖം പലരും പരിചയമുള്ളതായി സൂചിപ്പിക്കുകയുണ്ടായി. അത്ര കണ്ട് ആഴപ്പെട്ട ഒരു വ്യക്തിബന്ധം, ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു വിനീതച്ചന് ഈശോയുമായി ഉണ്ടായിരുന്നത്. ഉപനിഷത്തുകൾ സ്വന്തമാക്കി വിദ്യാർത്ഥികൾക്ക് ഉപനിഷത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ടായിരുന്ന വിനീതച്ചൻ തന്നെ ഈശോയോട് ഒത്തിരുന്ന് ഒരു ഉപനിഷത്തായി മാറി എന്ന് ഞാൻ പറയും. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ഈശോയോട് കൂടെ ഇരുന്ന് ഈശോയുടെ ഒരു ഉപനിഷത്തായി വിനീതച്ചൻ മാറി. വിനീതത്തിൻ്റെ ജീവിതം തുറന്നു വയ്ക്കുമ്പോൾ നമുക്ക് മറ്റൊരു ഉപനിഷത്തിനെ കണ്ടെത്തുവാൻ കഴിയും എന്നുകൂടെ ഞാൻ കരുതുകയാണ്. ഈ ഉപനിഷത്തിൽ കൂട്ടിരിക്കുവാൻ വിനീതച്ചൻ കണ്ടുപിടിച്ചതായിരുന്നു പരിശുദ്ധ അമ്മ. ഇത്തരത്തിൽ ഈശോയുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ 2-3 സവിശേഷതകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം വിനീതച്ചൻ തന്നെ ആവർത്തിച്ച് പറയാറുള്ളതാണ്, യു ബിക്കം വാട്ട് യു മെഡിറ്റേറ്റ്. നീ എന്ത് ധ്യാനിക്കുന്നുവോ അത് നീ ആയിത്തീരും. ഈശോയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നീ ധ്യാനിക്കെങ്കിൽ നീ ഈശോ ആയിത്തീരണം. ഒന്നാമതായി ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈശോയുമായിട്ടുള്ള ആഴമേറിയ ഒരു വ്യക്തിബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് നിസ്തർക്കമാണ്. രണ്ടാമതായി ഈ ബന്ധത്തിൽ നിന്നും ഒരു കുഞ്ഞുങ്ങളുടേത് പോലുള്ള നിഷ്കളങ്കത, ചൈൽഡ് ലൈക്ക് ഇന്നസെൻസ്, അത് വിനീതത്തിന്റെ സ്വന്തമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ വിനീതമായി ആരോടും എപ്പോഴും ഇടപഴകുവാനായിട്ടുള്ള ഒരു സിദ്ധി അദ്ദേഹത്തിന് സമ്പാദിക്കുവാൻ കഴിഞ്ഞു. ഈ വിനീത ഭാവത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് അദ്ദേഹത്തിന്റെ സിമ്പിൾ ആൻഡ് സിൻസിയർ ഫെയ്ത്ത്. ആഴമേറിയ ദൈവശാസ്ത്ര പഠനങ്ങളെ കുറിച്ച് ആഖ്യാനം ചെയ്യുമ്പോഴും വിനീതച്ചന്റെ വിശ്വാസം വളരെ സുതാര്യവും സുദൃഢവുമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റേത് പോലുള്ള വിശ്വാസമായിരുന്നു കർത്താവിനോടുള്ളത്. ഇതിൽ നിന്നും തന്റെ ജീവിത സാഹചര്യങ്ങളിൽ വിനീതച്ചന് വ്യക്തികളിൽ നന്മ കാണാനും വ്യക്തികളെ കുറിച്ച് നന്മ പറയാനുമായിട്ടൊരു സിദ്ധി ഉണ്ടായിരുന്നു. എൻ്റെ ഏതാണ്ട് 35-36 വർഷം നീണ്ട അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് പറയുവാനായിട്ടൊരു സാഹചര്യം ഉണ്ടായതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കൂടാതെ വ്യക്തികളോടും വീക്ഷണങ്ങളോടുമുള്ള വിനീതച്ചന്റെ തുറവി, ആരുമായിക്കൊള്ളട്ടെ പ്രജുഡീസസ് ഒന്നുമില്ലാതെ, മുൻവിധികളൊന്നുമില്ലാതെ അവരോട് ഇടപെടുവാനായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ. വ്യത്യസ്തങ്ങളായിട്ടുള്ള വീക്ഷണങ്ങളെ സ്വാഗതം ചെയ്ത് ആ വീക്ഷണങ്ങളെ സ്വന്തം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് എന്നും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഞാനതിനെ ഏറ്റവും ചുരുക്കത്തിൽ ഇംഗ്ലീഷിൽ പറയുവാൻ ശ്രമിക്കുക, ഓപ്പൺ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഡെഫിനിറ്റ് പൊസിഷൻസ്. പെർസ്പെക്റ്റീവ്സ് ഓപ്പൺ ആയിരുന്നു, ഉൾക്കൊള്ളുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സുദൃഢമായിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരുന്നു, കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. അത് സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരായാലും താഴ്ന്ന നിലയിലുള്ളവരായാലും അവരോടെല്ലാം എളുപ്പത്തിൽ ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുവാനായിട്ട് വിനീതച്ചന് എളുപ്പമായിരുന്നു. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പാരന്റ് ലൈഫ്. തുറന്ന ഒരു ജീവിതമായിരുന്നു. ഞാൻ 85 ധർമാരാമനെത്തിയതിനു ശേഷം പോളി പയ്യപ്പള്ളിയച്ചനാണ് അദ്ദേഹത്തിൻ്റെ കുറിക്കാരനായിട്ട് അല്ലെങ്കിൽ സെക്രട്ടറി ആയിട്ട് എന്നെ ഏൽപ്പിക്കുക. അന്നു മുതൽ തുടങ്ങിയതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ആദ്യ വർഷങ്ങളിൽ തന്നെ 86, 87, 88, 89 ആ 4 വർഷങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ 4 വർഷങ്ങളിലും ഞാൻ ചെയ്തിരുന്ന ഈ ബന്ധം അല്ലെങ്കിൽ ഈ സെക്രട്ടറി എന്ന് പറയുന്ന ജോലി തുടരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ എല്ലാം എനിക്ക് ഓപ്പണായിരുന്നു. അത് പണമാകട്ടെ, കത്തുകളാകട്ടെ, അദ്ദേഹം ഉപയോഗിക്കുന്ന എന്തുമാകട്ടെ, അതെല്ലാം എനിക്കറിയാമായിരുന്നു.
അദ്ദേഹം ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര പണമുണ്ടായിരുന്നുള്ളത് അത് അദ്ദേഹം സ്പഷ്ടമായിട്ട് അവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ എന്നോട് പറയും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് തോമസ് ഏട്ടന്റെ ഫാമിലിയുമായിട്ടാണ്. അത് കൂടാതെ അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധങ്ങൾ, അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ഏത് ബന്ധമായിരുന്നാലും എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരം കഴിഞ്ഞ് ജൂൺ 1-ാം തീയതി ഞാൻ കോയമ്പത്തൂർ തിരിച്ചെത്തിയ അത്താഴത്തിന് ശേഷം ഒരു ഫോൺ വന്നിരുന്നു. അറിയാത്തൊരു നമ്പറിൽ നിന്നുമായിരുന്നു. അന്ന് വിളിച്ചത് സിസ്റ്റർ ഫ്ലേവിയ ആയിരുന്നു. സ്റ്റെല്ല മാരിസിന്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന സിസ്റ്റർ ഫ്ലേവിയ. ഒരു റിട്ടയർഡ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സിസ്റ്റർ ഫ്ലേവിയോട് വേറെ ആരോ പറഞ്ഞിട്ട് വിനീതച്ചൻ മരിച്ചു എന്നറിഞ്ഞിട്ട് അവരെ വിളിക്കാൻ ശ്രമിച്ചതാണ്. വിനീതച്ചൻ ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങിയ അവസരത്തിൽ സിസ്റ്റർ ഫ്ലേവിയയ്ക്ക് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നാണ് സിസ്റ്റർ ഫ്ലേവിയ ക്ലെയിം ചെയ്തത്. എന്തെങ്കിലും ആവശ്യം വന്നാൽ പിന്നീട് വിളിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഫ്ലേവിയ മുതൽ സിസ്റ്റർ അന്ന മുതൽ ആരൊക്കെ ആയിരുന്നാലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും എനിക്ക് സുപരിചിതമായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ ബന്ധങ്ങളുടെ ഒരു മഹനീയത, തന്നോട് അടുപ്പമുണ്ടായിരുന്നവരെ എല്ലാവരെയും ആഴമേറിയ യേശു സാധനയിലേക്ക് നയിക്കുവാൻ വിനീതച്ചന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങൾ പല തലങ്ങളിലുണ്ട്. ആ ബന്ധങ്ങൾ പലപ്പോഴും യേശുവിലേക്ക് നയിക്കുന്നതാകണമെന്നില്ല. പക്ഷെ എനിക്കറിയാവുന്ന വിനീതച്ചന്റെ എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും യേശുവിലേക്കുള്ള ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാൻ അവരെ ഒരുക്കുന്നതായിരുന്നു. രണ്ടാമത്തെ വചനഭാഗം ഒരു ശിഷ്യന്റെ പാതയിൽ സ്വീകരിക്കേണ്ടത് അവൻ പ്രസംഗിക്കുവാൻ അയക്കപ്പെടുന്നവനാണ്. തൻ്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് വിനീതച്ചന് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അദ്ദേഹത്തിന് ഈ ജീവിത ദൗത്യത്തിന് വേണ്ടി ഒരുങ്ങുവാനായി സഭ നൽകിയ ഓരോ അവസരങ്ങളും മനോഹരമായി മഹനീയമായി അദ്ദേഹം ഉപകരിപ്പിച്ചു. അത് ധർമ്മരാമിലാകട്ടെ, റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിലാകട്ടെ, UK ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാകട്ടെ, എവിടെയായിരുന്നാലും അതെല്ലാം ഏറ്റവും മഹത്വരമായി തന്നെ ഒരുക്കുന്നതിന് വേണ്ടി, തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന മിഷന് വേണ്ടി തന്നെ ഒരുക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വീകരിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം എന്നുള്ള സാധനം, അതിന് ആവശ്യമായിട്ടുള്ള സിദ്ധികൾ അദ്ദേഹം തന്നെ സ്വായത്തമാക്കണമെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിരുന്നു. അത് ഏറ്റവും ക്രിയാത്മകമായി ആത്മാർത്ഥമായി പൂർത്തീകരിക്കുവാൻ വിനീതച്ചന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ ജീവിത ദൗത്യത്തെക്കുറിച്ചുള്ള നല്ല ഉൾക്കാഴ്ച കൊണ്ടാണ്. CAS കുറച്ചു പേർക്കെങ്കിലും ഒരു പക്ഷെ അറിയാമായിരിക്കും, വിനീതച്ചന് പഠനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം കിട്ടിയ ആദ്യത്തെ ഓഫർ അന്നത്തെ തൃശ്ശൂർ പ്രോവിൻസിലെ ഏറ്റവും ഔന്നത്യത്തിൽ നിന്നിരുന്ന സ്ഥാപനമായ ക്രൈസ്റ്റ് കോളേജിലെ ഒരു അധ്യാപകനാകുവാനായിരുന്നു. അദ്ദേഹം എന്നോട് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, സ്നേഹപൂർവ്വം സുപ്പീരിയേഴ്സിനോട് അതിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെയായിരുന്നു അദ്ദേഹം ദൈവശാസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ തത്വശാസ്ത്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിയുന്നതും അതിനുവേണ്ടി ഒരുങ്ങുവാനായി അദ്ദേഹം പോകുന്നത്. അതുപോലെ തന്നെയാണ് പ്രവിശ്യയിലെ പലർക്കും അറിയാവുന്നത് പോലെ ഒരു പ്രാവശ്യം അദ്ദേഹം പ്രൊവിൻഷ്യലായിട്ട് എലക്റ്റഡ് ആകുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ആ എലക്ഷൻ നടക്കുന്നത് തൊട്ട് മുൻപ് അദ്ദേഹം തന്നെ ഡിക്ലൈൻ ചെയ്ത് മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, ജീവിത ദൗത്യത്തെക്കുറിച്ചുണ്ടായിരുന്ന വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുമായിരുന്നു അദ്ദേഹം അത് ഡിക്ലൈൻ ചെയ്തത് എന്ന് ഞാൻ കരുതുകയാണ്. ഈശോയോട് വ്യക്തിപരമായി ഉണ്ടായിരുന്ന ഗാഠമായിട്ടുള്ള സുഹൃത്ത് ബന്ധം വിനീതത്തിന്റെ ജീവിതത്തിലൂടെ, ക്ലാസുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, വിവിധങ്ങളായ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ പങ്കുവെക്കുകയായിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം, ജീവിത ദൗത്യം. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറയും പോലെ, പ്രസംഗിക്കുവാനായി നാം എത്ര ദൂരം എവിടെയൊക്കെ നടന്നാലും നമ്മുടെ നടപ്പ് തന്നെ ദൈവവചന പ്രഘോഷണമാകുന്നില്ലെങ്കിൽ നമ്മുടെ നടപ്പ് പ്രസംഗങ്ങളും വ്യർത്ഥമാകുമെന്നാണ്. ഈ കാഴ്ചപ്പാട് വിനീതച്ചൻ സ്വന്തമാക്കി അദ്ദേഹം സ്വന്തം ജീവിതം തന്നെ തൻ്റെ വിദ്യാർത്ഥികൾക്ക്, തൻ്റെ സഹ അധ്യാപകർക്ക് ഒരു തുറന്ന പാഠപുസ്തകമാക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം
രൂപപ്പെടുത്തിയെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗാന്ധിജി നമ്മോട് പറയുന്നത് പോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഉറച്ച് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിഞ്ഞു. ഈ ജീവിത ശൈലിയിൽ അദ്ദേഹം സ്വീകരിച്ച ഒരു കാഴ്ചപ്പാടായിരുന്നു സമന്വയം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം ഒരു സമന്വയത്തിന്റെ സുവിശേഷമായിട്ട് കാണുവാനാണ് എനിക്കിഷ്ടം. ഗോസ്പൽ ഓഫ് ഇന്റഗ്രേഷൻ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ നീണ്ട നിര എടുത്താൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഡിസ്കവറി ഓഫ് ബീയിങ്, കോൾഡ് ഇന്റഗ്രേഷൻ, ഫൗണ്ടേഷൻസ് ഓഫ് വേൾഡ് വിഷൻ, യോഗ ഓഫ് സ്പിരിച്വാലിറ്റി, എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടിനാണ് അദ്ദേഹം രൂപപ്പെടുത്തിയിരുന്നത്. അത് ഈസ്റ്റ് ആകാം, വെസ്റ്റ് ആകാം, ഓറിയന്റൽ ആകാം, ഓക്സിഡന്റൽ ആകാം, ഫിലോസഫി ആകാം, തിയോളജി ആകാം, ഇന്ത്യൻ ചിന്താധാരയാകാം, വെസ്റ്റേൺ ചിന്താധാരയാകാം, ഇൻകൾച്ചറേഷൻ ആകാം, ഓറിയന്റൽ ലിറ്ററേച്ചി ആകാം, ക്രിസ്ത്യാനിറ്റി ആകാം, മറ്റു മതങ്ങളാകാം, സെക്കുലർ, സീക്രട്ട്, സ്പിരിച്വാലിറ്റി ആൻഡ് മിസ്റ്റിസിസം, എല്ലാം സമഞ്ജസമായി സമ്മേളിച്ച ഒരു ജീവിതമായിരുന്നു വിനീതച്ചൻ്റേത്. ആത്മീയതയുടെ ആഴങ്ങളിൽ സംഭവിക്കുന്ന ഒരു സമന്വയമായിട്ടാണ് ഇതിനെ ഞാൻ തിരിച്ചറിയുക. ഈവൻ എവ്രി ഓപ്പോസിറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ്. ഈ ഇന്റഗ്രേഷന്റെ ഏറ്റവും സമുന്നതമായിട്ടൊരു എക്സ്പ്രഷനാണ് വിദ്യാവനം ആശ്രമം. ഈ വിദ്യാവനം ആശ്രമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാപ്പലാണ്. രൂപപ്പെട്ടതിനെ സൂചിപ്പിച്ചു. ചാപ്പലിന്റെ മധുബഹായുടെ ഏറ്റവും പിറകിലായിട്ടുള്ള അതിന്റെ സെൻട്രൽ പൊസിഷൻ നിൽക്കുന്ന ഒരു ഗ്ലാസ് വർക്ക് ഉണ്ട്, ഗ്ലാസ് ആർട്ട് വർക്ക്. ഇത് വിനീതച്ചന്റെ ദൈവശാസ്ത്ര സമന്വയത്തിന്റെ മൂർത്തരൂപമായിട്ടാണ് എനിക്ക് തോന്നുക. കാരണം ആ ഗ്ലാസിൽ അദ്ദേഹം മനസ്സിലാക്കിയ, അദ്ദേഹം ജീവിക്കുവാൻ ആഗ്രഹിച്ച ഈശോയുടെ ഇൻകാർണേഷന്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഭാരത സംസ്കൃതിയിലെ വേദങ്ങളിൽ നാം കണ്ടെത്തുന്ന ഊർധ്വമൂലം സ്വന്തമാക്കി. ആ ഊർധ്വമൂലം എന്നുള്ള സിംബോളിസം, ഊർധ്വമൂലം എന്ന് പറഞ്ഞാൽ തലകീഴായി വളരുന്ന ഒരു ചെടിയാണ്. ഊർധ്വം, മൂലം, വേരുകൾ മുകളിലേക്കും ശിഖരങ്ങളും ഇലകളും താഴേക്കും വളരുന്ന ഒരു ചെടി. ഇത് വേദിക് രൂപകൽപ്പനയിലുള്ളതാണ്. അതിനെ സ്വന്തമാക്കിയെടുത്ത് അതിലൂടെ ഈശോയെ ആവിഷ്കരിക്കുവാനായിട്ട്, ഈശോയുടെ മനുഷ്യാവതാരം ആവിഷ്കരിക്കുവാനായിട്ടായിരുന്നു വിനീതച്ചൻ ശ്രമിച്ചത്. ഭാരതീയ ക്രൈസ്തവ വിജ്ഞാനീയത്തിലെ ഒരു അതുല്യ സംഭാവനയായിട്ടാണ് എനിക്കിതിനെപ്പറ്റി തോന്നുക. ഉദാത്തമായ ഒരു ക്രൈസ്തവ കലാസൃഷ്ടി, ഭാരത ചിന്തയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ഉദാത്തമായിട്ടുള്ള ക്രൈസ്തവ കലാസൃഷ്ടി. ഇത്തരത്തിലുള്ള സമന്വയത്തിന്റെ അനുഭവം പല തലങ്ങളിൽ എനിക്ക് അനുഭവിക്കാൻ ഇടവന്നതിന്റെ സാഹചര്യത്തിൽ ഞാൻ ഒരിക്കൽ വിനീതച്ചനോട് ആവശ്യപ്പെട്ടായിരുന്നു, സാധിക്കുമെങ്കിൽ സിറോ മലബാർ സഭയുടെ കുർബാനയ്ക്ക് ഒരു പുതിയ അനാഫറ തയ്യാറാക്കാമോ. വിനീതച്ചൻ അത് സ്നേഹപൂർവം തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു അനാഫറ എന്നുള്ളത് അദ്ദേഹത്തിന് എത്തുന്നതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മൂർത്തരൂപമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാകാം അദ്ദേഹം അത് ഡിക്ലൈൻ ചെയ്തത്. എങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിച്ച ഈ ക്രിസ്തുവിൽ ആഴത്തിൽ സ്ഥാപിക്കപ്പെട്ട സമന്വയം നമുക്ക് നമ്മുടെ കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായ ആ ദിവ്യ അനുഭവം ഒരുപക്ഷെ മറ്റുള്ളവർക്കും കൂടെ സ്വന്തമാക്കുവാനായിട്ടുള്ളൊരു സാധ്യത അദ്ദേഹം താല്പര്യം കാണിച്ചില്ല, സംഭവിച്ചില്ല. ഈ സമന്വയത്തിന്റെ മറ്റൊരു മാനമാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുവാൻ ശ്രമിച്ചതുപോലെ പാവപ്പെട്ടവരോടും അശരണരോടും വിനീതച്ചനുണ്ടായിരുന്ന താല്പര്യം. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ആവശ്യമായിട്ട് ചെന്നാൽ അത് ആരുമാകട്ടെ, കഴിവുള്ളവനോ കഴിവറ്റവനോ ആകട്ടെ, അവർക്കെല്ലാം അദ്ദേഹത്തിന് ആശ്രയിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിലേറ്റവും മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് മോളി ചേച്ചിയും ജോസിയും. അവരെ സ്വന്തം ജീവിതത്തിൽ മക്കളായി സ്വീകരിച്ച് അവരെ വളർത്തുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ വേണ്ടി ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ സാധിക്കുമായിരുന്നു.
ഇതുപോലെ മറ്റെത്രയോ കുടുംബങ്ങൾ. UK നിന്നും വന്ന അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥിനി ആൻ, പിന്നീട് ജോയിച്ചിനടുത്ത് അറിയാവുന്നതാണ്. ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിർത്തി അവൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ വിനീതച്ചനോടാണ് അവളെ മാമോദിസം പോകാനായിട്ട് ആവശ്യപ്പെടുക. അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ അദ്ദേഹം ആ മാമോദിസ അവൾക്ക് നൽകുക മാത്രമല്ല, തുടർന്നുള്ള അവളുടെ ക്രൈസ്തവ സാധനയിൽ എന്നും ഭാഗഭാക്കാവുവാനായിട്ട് അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. Anybody could count on him. ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ വളർത്തുവാനായിട്ടുള്ള വിനീതത്തിന്റെ ശ്രദ്ധ. ഒരു പക്ഷേ എൻ്റെ തന്നെ ഉദാഹരണമായിരിക്കാം അതിന് ഏറ്റവും ഉതകുക. 1985-86 ബാംഗ്ലൂർ എത്തിയതിനു ശേഷം അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിലൂടെ എനിക്ക് ശ്രദ്ധിച്ച വളർച്ച, അത് ഏത് തലത്തിലായാലും, കാഴ്ചപ്പാടുകളിലായാലും, അക്കാഡമിക് ക്വാളിഫിക്കേഷൻസിലായാലും, പിന്നീടുള്ള പ്രൊഫഷണൽ ഗ്രോത്തിലായാലും എന്നും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, 85 ഞാൻ ചെന്ന വർഷം 86 ആരംഭത്തിൽ ജനുവരി 3-ാം തീയതി വിശുദ്ധ ചാവറപ്പിതാവിനെ കുറിച്ച് ഒരു 1 ഡേ സെമിനാർ ധർമാരാമിൽ ക്രമീകരിച്ചപ്പോൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും ഞാനായിരുന്നു ഒരു പേപ്പർ പ്രസന്റ് ചെയ്തത്. ഇത് അൺഇമാജിനബിൾ ആണ് ക്രിസ്ത്യൻ ഫിലോസഫിയിൽ. പക്ഷെ ആ പേപ്പർ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു തന്നത് വിനീതച്ചനായിരുന്നു. ഓരോ സ്റ്റെപ്പിലും കൂടെ നിന്ന് അത് തയ്യാറാക്കുവാൻ വേണ്ടി എന്നെ സഹായിച്ചു. അതുപോലെ പിന്നീടുള്ള മുന്നോട്ടുള്ള ഗമനത്തിലെല്ലാം, അത് BPH തീസിസിന്റെ കാര്യത്തിലായാലും, പിന്നീടുള്ള സെമിനാർ പേപ്പറുകളുടെ കാര്യത്തിലായാലും, ലൈസൻഷ്യൽ തീസിസിലായാലും എപ്പോഴും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വിശേഷം എന്നാണെന്നറിയാമോ, ഒരിക്കലും ഈ ആദ്യത്തെ പേപ്പർ ഒഴിച്ച് പിന്നെ ഒരു പേപ്പറും ഞാൻ വിനീതച്ചിന്റെ കൂടെ ചെയ്തിട്ടില്ല. എല്ലാം മറ്റുള്ളവരുടെ ഡയറക്ഷനിലായിരുന്നു. അദ്ദേഹം തന്നെ എന്നോട് പറയുമായിരുന്നു, മറ്റുള്ളവരുടെ കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഗൈഡൻസിൽ നമുക്ക് കൂടുതൽ നന്മയുണ്ടാക്കുവാൻ സാധിക്കും. തന്നോട് മാത്രമായി ചേർത്ത് നിർത്താതെ മറ്റുള്ളവരുടെ കൂടെ ഉൾപ്പെടുത്തി എന്നെ വളർത്തുവാൻ ശ്രമിച്ച ഒരു മഹനീയ വ്യക്തിത്വം. എൻ്റെ പഠിപ്പിക്കൽ ആരംഭിക്കുന്ന അവസരത്തിൽ, ഉപരിപഠനത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന അവസരത്തിൽ വിനീതത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹം ഓക്സ്ഫോർഡിൽ PhD ചെയ്തതുകൊണ്ട് എന്നെ ഓക്സ്ഫോർഡിൽ PhDക്ക് പറഞ്ഞു വിടണമെന്നുള്ളത്. അതിനുവേണ്ടിയുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. എനിക്കൊരു ഹ്യൂജ് സ്കോളർഷിപ്പ് ക്യാമ്പയിൻ ഹോളിൽ നിന്ന് കിട്ടുകയും ചെയ്തായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ ഓരോ സ്റ്റേജിലും വളർത്തുവാൻ വേണ്ടി അദ്ദേഹം കൂടെ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് എന്നെ അയക്കത്തക്ക രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ ക്രമീകരിക്കുമായിരുന്നു. ഇത് എൻ്റെ മാത്രം കാര്യമല്ല. നേരത്തെ പറഞ്ഞ സിസ്റ്റർ ഫ്ലേവിയ, അദ്ദേഹം സിസ്റ്റർ ഫ്ലേവിയ അടുത്തറിയുന്നത് സിസ്റ്റർ ഫ്ലേവിയ PhD ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഈ സിസ്റ്റർ ഫ്ലേവിയ എന്നോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, തീസിസ് എടുത്ത് ഇന്ന് വായിക്കുമ്പോൾ അതിൽ ഒരു ചാപ്റ്ററിലെങ്കിലും മിക്കവാറും ടെക്സ്റ്റ് വിനീതത്തിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നതാണ്. ആൻഡോ വട്ടക്കുഴയച്ചന്റെ തീസിസ് ഫിലിപ്പീൻസിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഓരോ ചാപ്റ്ററിന്റെയും ഫസ്റ്റ് ഡ്രാഫ്റ്റ് വിനീതത്തിന് അയച്ചു കിട്ടുന്ന ദിവസം മുതൽ ആ ചാപ്റ്ററിന്റെ കറക്ഷൻ കഴിയുന്നത് വരെ ആശ്രമത്തിൽ പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല. അത്തരത്തിൽ ഓരോരുത്തരെയും വളർത്തുവാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന് തന്നാൽ കഴിയുന്ന വിധത്തിൽ അതിന്റെ മാക്സിമത്തിൽ അവരെ വളർത്തുവാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വം. മൂന്നാമത്തെ വചനഭാഗം പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ വേണ്ടിയിട്ട്, കാസ്റ്റ് ഔട്ട് ഡീമൺസ്. ആരാണ് പിശാച്? പിശാച് പലർക്കും ഇഷ്ടം ഒരു വ്യക്തിയായിട്ട് കാണാനായിട്ടാണ്. സഭ പഠിപ്പിക്കുന്നതും അത് ഒരു വ്യക്തിയായിട്ടാണ്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ളതിനേക്കാൾ കൂടുതലായി പൈശാചികമായിട്ടുള്ള ഭാവങ്ങൾ നാം കാണുക വ്യവസ്ഥകളിലാണ്. അതുകൊണ്ട് തന്നെ വിനീതച്ചന് അത് വ്യക്തിയിലായാലും വ്യവസ്ഥയിലായാലും അനീതിയോട്, അസത്യത്തോട് എന്നും ഒരു സന്ധിയില്ല സമരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സത്യം പറയാത്തവരുമായി അല്ലെങ്കിൽ നുണ പറയുന്നവരുമായി അദ്ദേഹത്തിന് ബന്ധമൊന്നുമില്ലായിരുന്നു. അത് ധർമാരാമിലുള്ള സ്റ്റുഡൻസ് ആകട്ടെ, സ്റ്റാഫ് ആകട്ടെ, ആശ്രമത്തിലുള്ള ജോലിക്കാരാകട്ടെ, തന്റെ സഹവർത്തികളാകട്ടെ, താൽക്കാലികമായിട്ടുള്ള ഉപകാരങ്ങൾക്ക് വേണ്ടി അസത്യം പറയുന്നതിനെതിരെ അദ്ദേഹം ശക്തിയായിട്ട് പ്രതികരിക്കുമായിരുന്നു.
ആൻഡ്രോച്ചൻ തന്നെ ഫ്യൂണറൽ ഹോമിൽ അതിനെ സൂചിപ്പിക്കുകയുണ്ടായി. അനീതിക്കെതിരെ പടവെട്ടുവാനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ പുസ്തകം ജസ്റ്റിസ് ആൻഡ് റെക്കൺസിലിയേഷൻ. അതിന്റെ സബ്ടൈറ്റിൽ എ ചർച്ച് ഇൻ ഫെറ്റേഴ്സ്, ചങ്ങലക്കിടപ്പെട്ട ഒരു സഭയെ കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുക. ഇന്ത്യൻ തിയോളജിക്കൽ അസോസിയേഷന്റെ ആനുവൽ കോൺഫറൻസിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു സയന്റിഫിക് പേപ്പർ ആയിരുന്നു അത്. അദ്ദേഹം പറയുന്നത് കേൾവിക്കാരിൽ മജോറിറ്റിക്കും സ്വീകാര്യമല്ലാത്ത ഒരു കാഴ്ചപ്പാടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം തൻ്റെ ദൈവശാസ്ത്ര സൗഹൃദങ്ങൾ പലതും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും അതിൽ നിന്നും പിൻവാങ്ങാതെ സഭയ്ക്കകത്ത് നടക്കുന്ന അനീതി അത് സഭാമേലധ്യക്ഷന്മാർ വഴിയാണെങ്കിൽ പോലും ഇത് തെറ്റാണ് എന്ന് ഉറച്ച് ഉച്ചൈസ്തരം പറയുവാനായിട്ട് ചങ്കൂറ്റത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ആ പേപ്പർ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട തിയോളജിയൻ ബോണോഫർ പറയുന്നുണ്ട്, we are not to simply bandage the wounds of victims beneath the wheels of injustice. We are to drive a spoke into the wheel itself. അനീതിയാണെങ്കിൽ അനീതിയുടെ അടിത്തറ ഇളകത്തക്ക രീതിയിൽ നാം പ്രതികരിക്കണം. അതെ, സഭയ്ക്കകത്ത് നടക്കുന്ന അനീതിയെക്കുറിച്ച് പറയുവാൻ കഴിയണമെങ്കിൽ അതിന് കർത്താവിലും സുവിശേഷത്തിലും അടിസ്ഥാനപ്പെട്ട ചങ്കൂറ്റം വേണം. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ക്രിസ്തവ ജീവിതത്തിൽ അനീതി സംഭവിക്കരുത് എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അനീതി ഉണ്ടെങ്കിൽ അനീതി തിരുത്തണം എന്ന് അദ്ദേഹം വാദിച്ചു. അതെ, വിനീതച്ചൻ അനീതിക്കെതിരെ പടവെട്ടിയത് വ്യക്തികളോടായിരുന്നില്ല, മറിച്ച് വ്യവസ്ഥകളോടും സ്ഥാപനങ്ങളോടുമായിരുന്നു. ഈ പടവെട്ടുമ്പോഴും വ്യക്തി സൗഹൃദങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും മഹനീയമാണ്. തന്നോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവരുമായി വ്യക്തിബന്ധങ്ങളെ പവിത്രമായി സൂക്ഷിക്കാനും തന്നെ എതിർക്കുന്നവരോട് വ്യക്തിബന്ധം ശിഥിലമാക്കാത്ത രീതിയിൽ അതിനെ സംരക്ഷിക്കുവാനും അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. വിനീതച്ചനോട് എതിർപ്പുണ്ടായിരുന്ന കുറെ പേരെ എനിക്കറിയാം. ധർമാരാം സ്റ്റാഫിലുണ്ടായിരുന്ന 2 പേരെങ്കിലും എനിക്കറിയാം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ 2 പേരെ എനിക്കറിയാം. നിയമപരമായി അദ്ദേഹം ഒരു പോസ്റ്റിലേക്ക് ഇലക്റ്റഡ് ആകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും മുൻഗാമിയും പിൻഗാമിക്ക് ജോലി കൈമാറണം. ജോലി കൈമാറ്റത്തിന്റെ ഭാഗമാണ് ഓഫീസ് കൈമാറുക, ഓഫീസിലുള്ള ഡോക്യുമെന്റ്സ് കൈമാറുക എന്നുള്ളത്. പക്ഷെ ഈ മാറ്റം മുൻഗാമിക്ക് ഇഷ്ടപ്പെടാതിരുന്ന സാഹചര്യത്തിൽ ഈ കൈമാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ വിനീതച്ചൻ അതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല. അത് കൈമാറാതിരുന്ന വ്യക്തിയെ വിമർശിച്ചില്ല. അദ്ദേഹം തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓഫീസ് അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും മഹനീയമായി നിവർത്തിക്കുവാൻ ശ്രമിച്ചു. തൻ്റെ കൂടെയായിരുന്നവർ വ്യക്തിപരമായ വിയോജിപ്പുകൾ മൂലം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ വേദന അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങളിലും അവരെ ആരെയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല, അവരെ ക്ഷമയോടെ സ്വീകരിച്ച് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസാന്നിധ്യം അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. 70 പ്രാവശ്യം ക്ഷമിക്കുവാൻ ഗുരു മനോഭാവം ആവശ്യപ്പെടുമ്പോൾ ഗുരുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി സാധന ചെയ്ത വിനീതച്ചന് അത് അപ്രാപ്യമായിരുന്നില്ല. അങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടിരുന്നെങ്കിലും ഇവരാരെക്കുറിച്ചും ഒരിക്കലും വ്യക്തിപരമായി ഇകഴ്ത്തി സംസാരിക്കുകയോ അവരുടെ കുറവുകളെ പറ്റി ഒരിക്കലും പറയുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവരുമായിട്ടുള്ള സൗഹൃദം തന്നെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് വിനീതച്ചൻ ശ്രദ്ധ വയ്ക്കുമായിരുന്നു. അതെ, ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പാതയിൽ ഞാൻ കണ്ടെത്തുന്ന വിനീതച്ചൻ ഇതാണ്. ഈശോയോട് ചേർന്നിരുന്ന് ഈശോയുടെ വചനം തൻ്റെ ജീവിതത്തിലൂടെ പ്രസംഗിച്ച് തന്നാൽ ആവും വിധം അനീതി എതിർക്കുന്നതിലൂടെയും അസത്യത്തെ എതിർക്കുന്നതിലൂടെയും എല്ലാം മാറ്റി നിർത്തി ക്രിസ്തു മനോഭാവം ഒതുങ്ങുന്ന രീതിയിലുള്ള തൻ്റെ ജീവിതവും തന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവിതവും രൂപകൽപ്പന ചെയ്യുവാനായി അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ലേഖനഭാഗത്ത് നാം കേട്ടതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും?
He was in deep love with Jesus. ഒരിക്കലും വിച്ഛേദിക്കുവാൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഒരു യേശുബന്ധം. അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ തപസ്യയിലൂടെ യേശു ശിഷ്യത്വത്തിൽ ഉയർന്ന നിലയിൽ വളർന്ന് യേശുവിൻ്റെ പ്രജ്ഞ സ്വന്തമാക്കി യേശുവിൻ്റെ ജീവിതശൈലിയായ സകലരെയും ഉൾക്കൊള്ളുന്ന കറകളഞ്ഞ കരുണ, ക്ഷമ, സ്നേഹം എന്നീ സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിൽ പകർത്തി തന്നെ യേശുവിനോട് ചേർത്ത് വെച്ച് മനസ്സിലും ഹൃദയത്തിലും ജീവിത വ്യാപാരങ്ങളിലും ക്രിസ്തുഭാവം ഉൾക്കൊണ്ട ഒരു സന്യാസ വൈദിക ഗുരുശ്രേഷ്ഠൻ, യേശുവിൽ ലയിച്ച് ജീവിതം സാക്ഷാത്കരിച്ച ഒരു ക്രിസ്തുയോഗി. വിനീതച്ചൻ. ആമേൻ.